നമ്മളുടെ എം ടെക്നിക്സ് ബെൽറ്റ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള BS4 വണ്ടിയാണിത്. അപ്പോൾ നമ്മളുടെ ജോബ് കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമ്മളുടെ ഈ വണ്ടിയുടെ ഓണർ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യത്യാസം. ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമർക്ക് ഫീൽ ചെയ്യുന്ന ആദ്യത്തെ ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അനിൽ സാർ, നിങ്ങൾ ഇവിടെ വന്നതിന് നന്ദി. ഈ റീപ്ലേസ്മെൻറ്റിന് നമ്മളുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ കൂടുതലാണ് വലിയ നന്ദി. എന്താണ് തോന്നിയത് നിങ്ങളുടെ ഫസ്റ്റ് റൈഡിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം? ഈ വോയിസ് കണ്ട നല്ല വോയിസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നല്ല സ്മൂത്തായി. അതുപോലെ തന്നെ വൈബ്രേഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും. കാരണം ഈ വണ്ടിക്ക് ഒരു മുമ്പേ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, ഒരിത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ചേച്ചിലേക്ക് വരും, ഹാൻഡിലേക്ക് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ വൈബ്രേഷനിൽ ശരിക്കും ഒരു കുറവ് വ്യത്യാസമുണ്ട് അല്ലേ? നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെയിൻ്റെ ഒരു സൗണ്ട് പോയപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഓക്കെ, മൊത്തത്തിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ വർക്കിലും. ഈ മെറ്റീരിയലിന്റെ കേസിലാണെങ്കിലും ശരി, പ്രൊഡക്റ്റും നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ സാറ്റിസ്ഫൈഡ്. ശരി, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ബെൽറ്റ് ഡ്രൈവിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് മെക്കാനിക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസൾട്ടിങ് പേഴ്സൻ്റെ അടുത്തോ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം ഉണ്ടാവുമെന്നോ, എന്തെങ്കിലും വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവോ, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? എനിക്ക് സംശയങ്ങൾ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണ്ടായിരുന്നില്ല. ഒരു പുതിയ സംഭവം പരീക്ഷിക്കണം എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടത് അതുവഴിയാണ് നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടത്. ശരി. അപ്പോൾ അതിൽ നിങ്ങളുടെ പാർട്ട്ണർ മറ്റേ ജെയ്സൺ ആളിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയതും. അപ്പോൾ ഇതൊരു വലിയ കൺവേർഷനാണ് ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ചെയിനിൽ ഡ്രൈവ് ചെയ്യുന്നൊരു കാര്യം ഇനി ബെൽറ്റിലേക്കാണ് ഡ്രൈവ് ചെയ്യാൻ പോകണം.